ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായതോടെ ജില്ലയിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ പട്ടികയായി. നടപടികളെല്ലാം പൂർത്തിയായതോടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ശക്തമാകാനുള്ള ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികളും അണികളും. പ്രധാന വാർത്തകളിലേക്ക്. നാദാപുരം മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും തുറന്നടിച്ച് സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിലെ ശാന്തിയും സമാധാനവും മുഖ്യ അജണ്ട. സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം പ്രസ് ക്ലബിൽ. സ്കൂൾ അടുക്കള സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ വനിതാ പാചക തൊഴിലാളികൾ രംഗത്ത്. 180ഓളം തൊഴിലാളികൾ മന്ത്രിക്ക് ആവരാതി കത്ത് തയ്യാറാക്കി. പൂനൂർ പുഴയ്ക്ക് കൈത്താങ്ങായി ഒരു കൂട്ടം യുവാക്കൾ. പുഴയുടെ 10 മീറ്റർ വീതിയിൽ നവീകരണ പ്രവൃത്തികൾ. വാർത്തകൾ വിശദമായി. നാദാപുരം മണ്ഡലത്തിൽ പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളക്ഷാമം, കാർഷികം, മാലിന്യ നിർമ്മാർജ്ജനം എന്നീ മേഖലകളിൽ സമഗ്രമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞതായി MLA EK വിജയൻ. എന്നാൽ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ വികസനങ്ങൾ അപര്യാപ്തമാണെന്ന് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K പ്രവീൺകുമാറും ഇരു മുന്നണികളുടെയും വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന് NDA സ്ഥാനാർത്ഥി NP രാജനും അഭിപ്രായപ്പെട്ടു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച കേരള സഭ 2016 മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മൂവരും. നാദാപുരം നിയോജക മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും ഭാവി പദ്ധതികളും തുറന്നുകാട്ടി സ്ഥാനാർത്ഥികൾ. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ നിലവിലെ MLA ആയ EK വിജയൻ തന്റെ വികസന നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി. പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ മികച്ച പശ്ചാത്തലമൊരുക്കി. ഗവൺമെന്റ് സ്കൂളുകൾ മെച്ചപ്പെടുത്തി. സ്കൂളുകൾക്ക് ലൈബ്രറി, കളിസ്ഥലം, യാത്രാ സൗകര്യം എന്നിവയ്ക്കാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചു. പ്രാദേശിക ആശുപത്രികളെ ശക്തിപ്പെടുത്താൻ ആസ്തി വികസന ഫണ്ട് ചെലവഴിച്ചു. മണ്ഡലത്തിന്റെ ആകെ വികസനത്തിനായി 280 കോടി രൂപ വിനിയോഗിക്കാൻ കഴിഞ്ഞതായും EK വിജയൻ പറഞ്ഞു. സമാധാന പ്രവർത്തനങ്ങൾക്ക് ഒരു MLA എന്ന നിലയ്ക്ക് നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടുത്തെ ജനസംഖ്യയിലെ 95% പേരും സമാധാനം ആഗ്രഹിക്കുന്ന നല്ല ജനങ്ങളാണ്. പക്ഷേ സമാധാന ഭംഗമുണ്ടാക്കുന്ന ചില ഭാഗങ്ങൾ ഉയർന്നു വരും. അപ്പോൾ അതപ്പം പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാദാപുരത്തെ വികസനങ്ങൾ അപര്യാപ്തമാണെന്നും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ട നിലവാരത്തിലല്ല എന്നും UDF സ്ഥാനാർത്ഥി പ്രവീൺകുമാർ കുറ്റപ്പെടുത്തി. പ്രവാസികളുടെ പങ്കാളിത്തത്തോടെ IT പാർക്ക്, ഘട്ടം ഘട്ടമായുള്ള കുടിവെള്ള പദ്ധതികൾ, ഹൈടെക് അഗ്രികൾച്ചർ സെന്റർ എന്നിവയും സൗഹൃദം, സമാധാനം, വികസനം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സമാധാനത്തിന്റെ ഈറ്റിലമാക്കി നാദാപുരത്തെ മാറ്റുമെന്നും പ്രവീൺകുമാർ വാഗ്ദാനം ചെയ്തു. നാദാപുരത്തെ കാർഷിക മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അതും പ്രവാസികളുടെ പങ്കാളിത്തോടുകൂടി ഒരു ഹൈടെക് അഗ്രികൾച്ചർ സെന്റർ കൊണ്ടുവരുമെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പരിധിവരെ, പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു പരിധിവരെ ആ കാർഷിക മേഖല രക്ഷിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നിരവധി പ്രകൃതിദത്തമായ ജലസ്രോതസ്സുകളാൽ സമ്പന്നമായ നാദാപുരത്തെ മലയോര മേഖലകൾ ഇന്ന് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കാൻ കാരണം ഇരു മുന്നണികളുടെയും പരിസ്ഥിതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളാണെന്ന് NDA സ്ഥാനാർത്ഥി NP രാജൻ തിരിച്ചടിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന് LDFും UDFും പ്രാധാന്യം നൽകിയില്ല. കുടിവെള്ള പദ്ധതികൾ പാതി വഴിയിലാണ്. ആരോഗ്യരംഗം ദയനീയമാണ്. നാദാപുരത്ത് സമാധാനം വീണ്ടെടുക്കാൻ കൊല്ലുന്നവനും കൊല്ലിച്ചവനും പണം നൽകുന്ന കീഴ്വഴക്കം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വഴിവിട്ടുള്ള ഖനനത്തിനുള്ള അനുമതി കൊടുത്തുകൊണ്ടുള്ള സർക്കാരിൻ്റെ നിലപാടുകളാണ് ആ പ്രദേശങ്ങളിൽ ഇത്രയും വലിയ കൊടിയ വരൾച്ച ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പരിസ്ഥിതി സംരക്ഷണത്തിന് യാതൊരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഈ ഭരണമുന്നണികളെല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. അവർ അതിൽ മുഖ്യ പങ്കാളികളാവുന്ന വലിയ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അതിലും വളരെ വിഷമത്തിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്.
നാദാപുരത്തെ എല്ലാ കാര്യങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും അവിടുത്തെ സമാധാന അന്തരീക്ഷം ഒന്നുപോലെ കാക്ഷിക്കുന്നവരാണ് അവർ. ചോര വീണ വോട്ടുകളും രക്തം ചിന്തിയ വിജയവും തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് സ്ഥാനാർത്ഥികൾ ഏകസ്വരത്തിൽ പറഞ്ഞു. മുഖാമുഖത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സെക്രട്ടറി എൻ രാജേഷ് എന്നിവരും പങ്കെടുത്തു. സ്കൂൾ പാചക തൊഴിലാളികളെ മാറ്റി നിർത്തി സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തെ ചെറുത്തുനിൽക്കാൻ 150ഓളം സ്ത്രീ തൊഴിലാളികൾ മന്ത്രിക്കായി ആവലാതി കത്ത് തയ്യാറാക്കി. പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ കക്കായി മനുഷ്യാവകാശ സംഘടന ചീഫ് കോർഡിനേറ്റർ ശ്രീധരൻ തേറമ്പിൽ, സർവോദയ നേതാവ് തായാട്ട് ബാലൻ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. 3 പതിറ്റാണ്ടുകളായി സ്കൂളുകളിൽ ഉച്ചഭക്ഷണം വെച്ച് വിളമ്പുന്ന സ്ത്രീ തൊഴിലാളികളാണ് പുതിയ സ്റ്റാൻഡ് പരിസരത്ത് ഒത്തുചേർന്നത്. ഈ ഒത്തുചേരൽ ഒരു തരത്തിൽ പ്രതിഷേധം കൂടിയായിരുന്നു. ഇതിനു കാരണം മന്ത്രി മുനീറിന്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങളാണ്. മലയോര ആദിവാസി മേഖലകളിലെ സ്കൂളുകളിൽ നൽകി വരുന്ന പ്രാതൽ ഭക്ഷണം തയ്യാറാക്കുന്ന ചുമതല പൂർണ്ണമായും കുടുംബശ്രീ മിഷനെ ഏൽപ്പിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. ഇങ്ങനെ സംഭവിച്ചാൽ ഏറെ നാളുകളായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തങ്ങളുടെ ജീവനോപാധി നഷ്ടമാകും. ഇക്കാര്യത്തിൽ ആശങ്കയറിയിച്ചാണ് തൊഴിലാളികൾ ഒത്തുചേർന്ന് മന്ത്രി മുനീറിന് ആവലാതി കത്ത് തയ്യാറാക്കിയത്. സ്കൂൾ പാചക തൊഴിലാളികളെ മാറ്റി നിർത്തി മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്നും ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ തുടരുമെന്നും കക്കായി മനുഷ്യാവകാശ സംഘടന ചീഫ് കോർഡിനേറ്റർ ശ്രീധരൻ തേറമ്പിൽ പറയുന്നു. ഏൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ വർഷങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ ശ്രമിച്ചു വരികയാണ്. ഏറ്റവും ഒടുവിൽ കുടുംബശ്രീ മിഷനെ ഏൽപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ മന്ത്രിതലത്തിലല്ല ഉദ്യോഗസ്ഥ തലത്തിലെടുത്തു. അതിനെതിരെ സംഘടന ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തി. അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇടപെട്ട ആ സംഭവം ഒരിക്കലും കുടുംബശ്രീ ഏൽപ്പിക്കുന്ന പ്രശ്നമില്ല. കാരണം ഇവർ 10-30 വർഷമായിട്ട് തൊഴിലെടുക്കുന്ന 5 രൂപയിൽ തുടങ്ങി ഇപ്പോൾ അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു വേതനം കിട്ടി വരികയാണ്. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക. അവരെ തൊഴിലാളികളായി അംഗീകരിക്കാൻ പോവുകയാണ്. 150ഓളം സ്ത്രീ പാചക തൊഴിലാളികളാണ് മന്ത്രിക്ക് ആവലാതി കത്ത് എഴുതിയത്. പതിറ്റാണ്ടുകളായി പാചകത്തൊഴിൽ ഉപജീവന മാർഗമായി സ്വീകരിച്ച ഇവർക്ക് മന്ത്രിയുടെ പരാമർശം ഏറെ ആശങ്കകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉച്ചഭക്ഷണ പദ്ധതി കുടുംബശ്രീയെ ഏൽപ്പിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ പ്രശ്നത്തിൽ ചില ഉദ്യോഗസ്ഥരാണ് തങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാൻ എന്ന മട്ടിൽ പാചക തൊഴിലാളികൾക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്നതെന്ന ആരോപണവുമുണ്ട്. ആവലാതി കത്തിനും ആവശ്യമായ നടപടിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങാനാണ് സ്കൂൾ പാചക തൊഴിലാളി സംഘടനയുടെ തീരുമാനം. പുതിയ സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി G ഷാനവാസ്, സർവോദയ നേതാവ് തായാട്ട് ബാലൻ, O പത്മനാഭൻ, KK രാജൻ, ശ്രീകല S നായർ, കാർത്തിയായനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സെക്യൂരിറ്റി ജീവനക്കാരുടെ താൽപര്യം സംരക്ഷിക്കുന്ന കക്ഷികൾക്ക് മാത്രമേ ഇത്തവണ വോട്ട് ചെയ്യുകയുള്ളൂവെന്ന് ഓൾ ഇന്ത്യ സെക്യൂരിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം. സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു തീരുമാനം അറിയിച്ചത്. ഓൾ ഇന്ത്യ സെക്യൂരിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനവും തൊഴിലാളി ദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളും സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്കം മുഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന 12.5 ലക്ഷത്തിലേറെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർക്ക് ക്ഷേമനിധി രൂപീകരിക്കുമെന്ന് ഉറപ്പു തരുന്നതും തൊഴിലാളി താൽപര്യം സംരക്ഷിക്കുന്നതുമായ കക്ഷികൾക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് സമ്മേളനം തീരുമാനിച്ചു. സെക്യൂരിറ്റി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുന്നത് നമ്മുടെ വളരെ കാലത്തെ നമ്മൾ എല്ലാ വർഷവും നമ്മുടെ വാർഷിക സമ്മേളനം നടത്തി നമ്മുടെ ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി ചെയർമാൻ ബഹുമാനപ്പെട്ട മുക്കം മുഹമ്മദ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. ഓൾ ഇന്ത്യ സെക്യൂരിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KT അരവിന്ദാക്ഷൻ അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി KP ശ്രീനിവാസൻ, അഷ്റഫ് മാത്തോട്ടം, ബേബി വാസൻ, NCP ജില്ലാ സെക്രട്ടറി സുനിൽ സിംഗ്, E ബാലകൃഷ്ണൻ, KP ശ്രീജ, PK വത്സല, M രാമചന്ദ്രൻ, TAC ബാബു, PK വേലായുധൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുടിവെള്ളം പോലും കിട്ടാക്കനിയായ സാഹചര്യത്തിലാണ് ഒരു പറ്റം യുവാക്കളുടെ കൂട്ടായ്മയിൽ പൂനൂർ പുഴയ്ക്ക് പുനർജന്മം ലഭിക്കുന്നത്. ഈർപ്പോണം മുതൽ എരഞ്ഞോണ വരെയുള്ള 2.5 കിലോമീറ്ററാണ് 10 മീറ്റർ വീതിയിൽ നവീകരിക്കുന്നത്. വൈശാഖ് ആര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു കാലത്ത് സമൃദ്ധിയുടെയും സംസ്കാരത്തിന്റെയും കഥ പറഞ്ഞൊഴുകിയ പൂനൂർ പുഴയുടെ ഇന്നത്തെ കാഴ്ചയാണിത്. ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു എന്ന് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട വിധത്തിലേക്ക് ഈ പുഴ വറ്റി വരണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. 65 കിലോമീറ്ററോളം നീളത്തിൽ പരന്നൊഴുകിയിരുന്ന ഈ പുഴ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ കാരണം പലയിടത്തും നേർത്തു വരുന്ന സാഹചര്യത്തിൽ ഒരു പ്രദേശമൊന്നാകെ ഇവിടെ മാതൃകയാവുകയാണ്. നിങ്ങൾക്ക് കാണാം 2 കിലോമീറ്ററോളം ഞങ്ങൾ ഈ
പുഴയിൽ തിട്ടകൾ വന്ന് കൂടിയിട്ട് പുഴ നഷ്ടപ്പെടുന്ന ഒരു കാലം 2 വർഷം ചുരുങ്ങിയ കാലത്തിൻ്റെ ഉള്ളിൽ ഈ പുഴ ഇല്ലാതാകുമായിരുന്നു. ആ പുഴനെ ഞങ്ങളിപ്പോൾ വീണ്ടും കൊണ്ടുവന്നാണ് 2 കിലോ. ഇതൊരു മാതൃകയാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഈ പുഴ നല്ല വീതിയിൽ നല്ല ഉഷാറായിട്ട് നല്ല വെള്ളം ഉണ്ടായും, വീതി കൂടിയ ഒക്കെ പുഴയായും. പിന്നെ അങ്ങനെ ചെറുതായി പോയി എന്നുള്ളത് നമുക്ക് ഓർമ്മയില്ല. പിന്നെ അങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഓരോ മണ്ണ് വന്ന് തൂർന്നു, വേസ്റ്റുകൾ വന്ന് തൂർന്നു, എല്ലാം കൂടി ഇങ്ങനെ ചെറിയ തോട് പോലെ ആയി. പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ക്ലിയറായി വന്നിക്കുന്നത് ഇനി ചിലപ്പോൾ പഴയ രീതിയിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈർപ്പോണ മുതൽ എരഞ്ഞോണ വരെയുള്ള 2.5 കിലോമീറ്ററോളം നീളത്തിലും 10 മീറ്റർ വീതിയിലും പുഴയ്ക്കൊഴുകുവാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണിവർ. ഞങ്ങൾ ഏകദേശം 2 കിലോമീറ്ററോളം ദൂരം ഈ 8 മീറ്റർ വെച്ചിട്ട് പുഴ വീണ്ടെടുത്തു എന്ന് തന്നെ പറയാം. പിന്നെ ഈ വരുന്ന തലമുറക്കൊക്കെ ഒരു എന്താ പറയുക, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ പിന്നെ സ്കൂൾ വിട്ട് വന്ന് കളിച്ചു, രാവിലെ പുഴയിൽ തന്നെ ആയിരുന്നു. 7 മണി വരെ, രാത്രി ഇരുട്ടാവുന്ന ഈ വരെ ഞങ്ങൾ പുഴയിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ വരുന്ന തലമുറക്ക് അതൊക്കെ നഷ്ടമായി പോവും, അന്യമായി പോകുമെന്ന് തോന്നിയപ്പോൾ ഞങ്ങളൊരു കൂട്ടായ്മ, യുവ കൂട്ടായ്മ ഇതിന് മുന്നോട്ട് ഇറങ്ങുകയും ഏകദേശം തുടർച്ചയായി 3 ദിവസത്തോളം 6 JCBകൾ ഉപയോഗിച്ച് പുഴയുടെ ഒഴുക്കിന് തടസ്സമായി നിന്ന മൺതിട്ടകളും മാലിന്യങ്ങളും ഇവർ നീക്കം ചെയ്താണ് പൂനൂർ പുഴയ്ക്ക് ഒഴുകാനുള്ള സാഹചര്യമൊരുക്കിയത്. പ്രദേശത്തെ യുവജന കൂട്ടായ്മയിൽ നിന്നും ഉയർന്നു വന്ന ഈ ആശയത്തെ ഒരു പ്രദേശം ഒന്നാകെ ഏറ്റെടുക്കുകയായിരുന്നു. ഈ ഉദ്യമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് താമരശ്ശേരി DYSP പ്രേംദാസ് ആണ്. ഒരു കാലത്ത് സമൃദ്ധമായി ഒഴുകിയിരുന്ന പൂനൂർ പുഴയുടെ ഇന്നത്തെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഈ പുഴ സമൃദ്ധമായി ഒഴുകിയാൽ മാത്രമേ കോഴിക്കോട്ടുകാരുടെ കുടിവെള്ളക്ഷാമത്തിന് എന്തെങ്കിലും ഒരു പരിഹാരമാവുകയുള്ളൂ. അതെ, ഈ തലമുറയും കാത്തിരിക്കുകയാണ് ഈ പുഴ ഒന്ന് സമൃദ്ധമായി ഒഴുകാൻ. ക്യാമറാമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം വൈശാഖാര്യൻ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ഒന്ന് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. Different cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. സ്പൈസസ് വേൾഡ് എക്സ്പോ 2016. ഇന്ത്യയിൽ ആദ്യമായി ദുബായ് ടണൽ അക്വേറിയം കാണാൻ അസുലഭ അവസരം. കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപം KTC ഗ്രൗണ്ടിൽ. ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാരമേള, ഫ്ലവർ ഷോ, ഭക്ഷ്യമേള. സ്പൈസസ് വേൾഡ് എക്സ്പോ 2016 കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപം KTC ഗ്രൗണ്ടിൽ. വാർത്തകൾ തുടരുന്നു. നോർത്ത് കേരള ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക എനർജി പെൻഷനേഴ്സ് അസോസിയേഷന്റെയും ISRO പെൻഷനേഴ്സ് ഫോറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ISRO പെൻഷനേഴ്സ് ഫോറം പ്രസിഡന്റ് EK കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. നോർത്ത് കേരള ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി പെൻഷനേഴ്സ് അസോസിയേഷന്റെയും ISRO പെൻഷനേഴ്സ് ഫോറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നോർത്ത് കേരള ISRO പെൻഷനേഴ്സ് ഫോറം പ്രസിഡന്റ് EK കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നോർത്ത് കേരള ISRO പെൻഷനേഴ്സ് ഫോറം അംഗം സോമശേഖരൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സർവീസ് സ്കീമിനെ കുറിച്ചും സംസാരിച്ചു.
ഒപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി പെൻഷനേഴ്സ് ഫോറം ജനറൽ സെക്രട്ടറി KS മേനോൻ പെൻഷനുമായി ബന്ധപ്പെട്ട ആനുകാലിക പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഞാനായാലും ഞങ്ങളൊരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ താമസിക്കുന്നിടത്ത് അവിടെ ഇതുമാതിരി പ്രശ്നങ്ങളിലെ ആളുകളുണ്ട്. അയൽവക്കത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന യാതൊരുവിധ വരുമാനമില്ലാത്ത ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും നമുക്ക് പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. നമ്മളെ സ്വന്തം കാശില്ലെങ്കിൽ വേറെ ആളുടെ സമീപിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അതൊക്കെ നമുക്ക് ഈ പ്രായത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഈ പ്രായത്തിൽ നമുക്ക് നമ്മളെപ്പോലുള്ള ഭാഗ്യവാൻ ഞാൻ പറഞ്ഞാൽ പെൻഷൻ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അസോസിയേഷൻ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് കുടുംബസംഗമത്തിൽ പങ്കെടുത്തത്. ചടങ്ങിൽ ഡോക്ടർ മോഹൻകുമാർ, പണിക്കർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചുമട്ട് തൊഴിലാളി മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചുമട്ട് മസ്ദൂർ സംഘം BMS നേതൃത്വത്തിൽ സായാഹ്ന മണ്ഡല ധർണ സംഘടിപ്പിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് അരീക്കോത്ത് രാജൻ ഉദ്ഘാടനം ചെയ്തു. ILO തീരുമാനപ്രകാരം ചുമട്ടുഭാരം 55 കിലോയായി നിജപ്പെടുത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ചുമട്ടുതൊഴിലാളികളെ ESI പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, ചുമട്ടുതൊഴിലാളികളുടെ നിർത്തലാക്കിയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിലും ജില്ലാ കമ്മിറ്റികളിലും BMSന് പ്രാതിനിധ്യം നൽകുക, ചുമട്ടുതൊഴിലാളി പെൻഷൻ ചുരുങ്ങിയത് 3000 രൂപയാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചുമട്ട് മസ്ദൂർ സംഘം BMSന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് CA വിനോദ് അധ്യക്ഷം വഹിച്ച ധർണ ജില്ലാ പ്രസിഡന്റ് അരിക്കോത്ത് രാജൻ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 5.5 ലക്ഷം ചുമട്ടുതൊഴിലാളികളുണ്ട്. ഏതാണ്ട് 33,000 ജില്ലാ തൊഴിലാളികളാണ് ക്ഷേമ ബോർഡുകളുള്ളത്. നമ്മളോട് പറഞ്ഞു റോഡ് മേഖലയിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടിയാണ് ചുമട്ട് മേഖലയിൽ ഇത്തരത്തിലുള്ള ബോർഡുകൾ കൊണ്ടുവരുന്നത് എന്നാണ്. ഏതാണ്ട് 5.5 ലക്ഷം തൊഴിലാളികളുടെ സ്ഥലത്ത് 33,000 തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ? ജില്ലാ സെക്രട്ടറി KP സുനിൽകുമാർ, പ്രേമരാജൻ, രാജഗോപാൽ, P പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ലേബർ കാർഡ് നൽകുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കുക, യന്ത്രവൽക്കരണം മൂലം തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തുക, ചുമട്ടുഭാരം ILO തീരുമാനപ്രകാരമുള്ള 55 കിലോയാക്കി നിജപ്പെടുത്തുക, ചുമട്ടുതൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കാലോചിതമായി വർദ്ധിപ്പിക്കുക, ക്ഷേമ ബോർഡിലേക്ക് സർക്കാർ വിഹിതം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിൽ വളർത്തുനായ്ക്കളെ കൊണ്ട് ജീവിതം ദുസ്സഹമായ വിമുക്ത ഭടൻ പരാതിയുമായി രംഗത്ത്. വളർത്തുനായയുടെ കടിയേൽക്കുകയും കുടിവെള്ളം വരെ മുട്ടുകയും ചെയ്ത മാവൂർ റോഡ് കാളൂർ താഴം K പോളാണ് ഇതിനെതിരെ കോർപ്പറേഷൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന പരാതി ഉന്നയിക്കുന്നത്. കോഴിക്കോട് മാവൂർ റോഡിലെ കണ്ണങ്കണ്ടി ഷോറൂമിന് പിൻവശത്താണ് ജനങ്ങൾ വളർത്തുനായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന K പോൾ എന്ന വിമുക്ത ഭടനാണ് 2 തവണ നായ്ക്കളുടെ കടിയേറ്റത്. വളർത്തുനായ്ക്കളുടെ ഉടമസ്ഥരോട് പരാതി പറഞ്ഞെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് പോൾ പറഞ്ഞു. നായ്ക്കളുടെ ശല്യം കാരണം ശബ്ദ മലിനീകരണവും കുടിവെള്ളം മലിനമാകുന്നതും നിത്യസംഭവമാണ്. 25ലധികം നായ്ക്കളാണ് ഇവിടെയുള്ളത്. ഇതിനെതിരെ കോർപ്പറേഷൻ സെക്രട്ടറിക്കും RDOയ്ക്കും മുമ്പാകെ പരാതി സമർപ്പിച്ചെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇവർ കോർപ്പറേഷനിൽ നിന്ന് യാതൊരു നടപടിയും ഇല്ലാത്തത് കാരണം ഞാൻ RDOന് പരാതി സമർപ്പിച്ചു. എന്നാൽ ആ പരാതി RDO കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അയക്കുകയാണ് ചെയ്തത്. അതിൽ RDOന് എഴുതി താങ്കൾ നടപടിയെടുത്ത് ഇതിൻ്റെ റിപ്പോർട്ട് RDO ഓഫീസിൽ അയക്കണമെന്ന്. എന്നാൽ ഒരു നടപടി, അത് അയച്ചതിന് ശേഷം ഒരു നടപടി ഇതുവരെ ഉണ്ടായില്ല. വൃദ്ധരായ തനിക്കും ഭാര്യയ്ക്കും നായ്ക്കളെ പിടിച്ച് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ലെന്നും ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും K പോളും കൗൺസിലർ ശ്രീകലയും വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നഗരഹൃദയത്തിലെ മാനാഞ്ചിറ LIC ബസ് സ്റ്റോപ്പിൽ വാഹനങ്ങൾ നടുറോട്ടിൽ നിർത്തിയിടുന്നത് വൻ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നു. പരിസരത്തെ അനധികൃത കച്ചവടങ്ങൾ മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്ക് അപകട സാധ്യതയ്ക്ക് വഴിയൊരുക്കുകയാണ്. നഗരത്തിന്റെ ഹൃദയഭാഗമായ മാനാഞ്ചിറ LIC ബസ് സ്റ്റോപ്പിൽ വാഹനങ്ങൾ നടുറോട്ടിൽ നിർത്തിയിടുന്നത് വൻ ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നത്. ഇത് അപകട സാധ്യതയ്ക്ക് വഴിയൊരുക്കുകയാണ്. പുതിയ സ്റ്റാൻഡ്, KSRTC, പാവമണി റോഡ്, സിറ്റി സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ്സുകളെല്ലാം കൂടിച്ചേരുന്നത് മാനാഞ്ചിറ LIC ബസ് സ്റ്റോപ്പ് ആയതിനാൽ ഇവിടെ വൈകുന്നേരങ്ങളിൽ രൂക്ഷമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മാനാഞ്ചിറ സ്ക്വയർ, പട്ടാളപ്പള്ളി, മിഠായിത്തെരുവ് തുടങ്ങിയ ഇടങ്ങളിലേക്ക് ഭയത്തോടെയാണ് ആളുകൾ റോഡ് മുറിച്ചു കടക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷയേക്കാൾ ബസ് ജീവനക്കാർക്ക് പ്രധാനം മത്സരയോട്ടമാണ്. രൂക്ഷമായാണ് യാത്രക്കാരോട് അവർ പെരുമാറുന്നതും. ആദ്യം വരുന്ന ബസ്സുകൾ പലയിടങ്ങളിൽ നിർത്തുന്നതോടെ പിറകെ വരുന്നവ റോഡിൽ കുടുങ്ങും.
തൽസ്ഥലത്ത് നിർത്താതെ അവിടെ തന്നെ വാതിൽ തുറക്കുന്നതോടെ ബസ്സിൽ കയറുവാനായി യാത്രക്കാർക്ക് നെട്ടോട്ടം ഓടേണ്ടി വരുന്നു. ഇതിനാൽ വടകര, കൊയിലാണ്ടി, താമരശ്ശേരി, വെസ്റ്റ് ഹിൽ, വെള്ളിമാടുകുന്ന് ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ കണ്ടുപിടിക്കുവാനും പ്രയാസമാണ്. നടു റോട്ടിൽ ബസ്സുകളുടെ ഇറക്കിക്കയറ്റം മൂലം ബസ് സ്റ്റോപ്പ് ഇവിടെ നോക്കുകുത്തിയാവുന്നു. പഴവർഗ്ഗങ്ങൾ, ഗൃഹോപകരണങ്ങൾ, തട്ടുകടകൾ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളാണ് മാനാഞ്ചിറ LIC ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് റോഡരികിൽ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ ഉപജീവന മാർഗമാണെങ്കിലും തിരക്ക് കുറഞ്ഞ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് കച്ചവടം മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ ജീവൻ ബാക്കിയുണ്ടാവില്ല എന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല എന്നും യാത്രക്കാർ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ഒന്ന് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല, സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. സ്പൈസസ് വേൾഡ് എക്സ്പോ 2016. ഇന്ത്യയിൽ ആദ്യമായി ദുബായ് ടണൽ അക്വേറിയം കാണാൻ അസുലഭ അവസരം. കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപം KTC ഗ്രൗണ്ടിൽ. ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാരമേള, ഫ്ലവർ ഷോ, ഭക്ഷ്യമേള. സ്പൈസസ് വേൾഡ് എക്സ്പോ 2016 കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപം KTC ഗ്രൗണ്ടിൽ. വാർത്തകൾ തുടരുന്നു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൗസ് സ്കൂൾ ഗ്രൗണ്ടിൽ EC ഭരതൻ സ്മാരക സബ് ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. മലയാള മനോരമ മുൻ റെസിഡന്റ് എഡിറ്റർ K. അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. ടൂർണമെന്റ് മെയ് 8-ന് സമാപിക്കും. മുൻ മേയറും സ്വാതന്ത്ര്യ സമര സേനാനിയും ട്രേഡ് യൂണിയൻ നേതാവും ഫുട്ബോൾ സംഘാടകനും സ്റ്റേഡിയത്തിന്റെ ശില്പിയും KDFF പ്രസിഡന്റുമായിരുന്ന EC ഭരതന്റെ സ്മരണാർത്ഥം നടത്തുന്ന സബ് ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റിന് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ മറുപടിയില്ലാത്ത 5 ഗോളുകൾക്ക് BP സത്യൻ സോക്കർ സ്കൂൾ A ടീം കക്കോടി ഫുട്ബോൾ അക്കാദമിയെ പരാജയപ്പെടുത്തി. PB അബിൻ 3 ഗോളുകളും സൻവീർ ആദർശ് എന്നിവർ 1 ഗോൾ വീതവും നേടി. ശനിയാഴ്ച 5 മത്സരങ്ങൾ നടന്നു. രാവിലെ 7:30 വൈകിട്ട് 4 മത്സരങ്ങൾ ആരംഭിച്ചു. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മലയാള മനോരമ മുൻ റെസിഡന്റ് എഡിറ്റർ K. അബൂബക്കർ നിർവഹിച്ചു. N. ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. കട്ടയാട്ട് വേണുഗോപാൽ, മോഹൻ കുര്യാൽ, വിനോദ് എടക്കര എന്നിവർ സംസാരിച്ചു. ഫൈനൽ മത്സരങ്ങൾ മെയ് 8-ാം തീയതി നടക്കും. ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ ശ്രീരാജ് MS, EC ഭരതൻ മെമ്മോറിയൽ ചിൽഡ്രൻസ് വെൽഫെയർ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഡോക്ടർ പ്രസില്ല മസ്ക്രിനിയാസ്, EC ഭരതൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് VN ജയഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഷട്ടിൽ ബാഡ്മിന്റൺ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 2 വിഭാഗങ്ങളിലായി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ A. കുഞ്ഞാലി ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയുടെയും കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ റോട്ടറി ട്രോഫിക്കും കോസ്മോസ് സ്പോർട്സ് നൽകുന്ന പ്രൈസ് മണിക്കും വേണ്ടിയുള്ള ബാഡ്മിന്റൺ ഡബിൾസ് ടൂർണമെന്റ് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കുഞ്ഞാലി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നടത്തുമ്പോൾ നിങ്ങൾ അടുത്ത കൊല്ലം ഇതിനൊരു പുതുമയുണ്ടാകും. സംതിങ് ന്യൂ, സംതിങ് ഡിഫറെന്റ്. നിങ്ങൾ റൊട്ടേറിയൻസിനെ ഒരു ഐറ്റം വേറെ തന്നെ ബാക്കി സെപ്പറേറ്റ് ആയിട്ട്. റൊട്ടേറിയൻസിന് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾസ് ടീമിന് 2 പേരുടെ ഏജ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 110ന്റെ മുകളിൽ വേണം. 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയും 35 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുമുള്ള 2 കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ നടന്നത്. ജേതാക്കൾക്ക് 20,000 രൂപയും റണ്ണേഴ്സിന് 10,000 രൂപയുമാണ് പ്രൈസ് മണി നൽകുന്നത്.
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന റോട്ടറി ക്ലബ്ബ് ബാഡ്മിന്റൺ പ്രോത്സാഹിപ്പിക്കാനുള്ള ലക്ഷ്യവുമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകരായ ചെയർമാൻ AK നിഷാദും ജനറൽ കൺവീനർ സന്നഫ് പാലക്കണ്ടിയും പറഞ്ഞു. റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി പ്രസിഡന്റ് മെഹറൂഫ് മണലടി ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് PM മുസഫ്മിൽ, കോസ്മോസ് സ്പോർട്സ് മാനേജിംഗ് ഡയറക്ടർ TC അഹമ്മദ്, സന്നഫ് പാലക്കണ്ടി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KPM നവാസിന്റെ അബി എന്ന ഹബീബ് റഹ്മാൻ ചെറുകഥാസമാഹാരം KN കുഞ്ഞഹമ്മദ് പ്രകാശനം ചെയ്തു. PK പാറക്കടവ് പുസ്തകം ഏറ്റുവാങ്ങി. ലിബി പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച KPM നവാസിന്റെ ചെറുകഥാ സമാഹാരം അബി എന്ന ഹബീബ് റഹ്മാൻ പ്രകാശനം ചെയ്തു. സ്പോർട്സ് കൗൺസിൽ ഹാളിൽ വെച്ച് മാർക്സിസ്റ്റ് ചിന്തകനും സാഹിത്യ നിരൂപകനുമായ KN കുഞ്ഞഹമ്മദ്, കഥാകൃത്തും മാധ്യമം പീരിയോഡിക്കൽസ് എഡിറ്ററുമായ PK പാറക്കടവിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. കാര്യങ്ങൾക്ക് സാധാരണഗതിയിൽ കടന്നെത്താൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് കഥ എന്ന് പറയാവുന്നതാണ്. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് ഉണ്ടാക്കുന്നതിനേക്കാൾ അന്വേഷണങ്ങൾ ഒരു കഥക്ക് സൃഷ്ടിക്കാൻ കഴിയും. കാരണം നമ്മൾ പറയുന്ന ഒരു കാര്യം ഒരു വ്യാഖ്യാനമാണെങ്കിൽ കഥ വ്യാഖ്യാനത്തിനുള്ളിലെ വ്യാഖ്യാനത്തിന്റെ അനന്ത സാധ്യതകൾ തുറന്നു വെക്കുന്ന ഒരു വാതിലാണ്. പത്രപ്രവർത്തകനും സുപ്രഭാതം മാനേജിംഗ് എഡിറ്ററുമായ നവാസ് പൂനൂർ അധ്യക്ഷത വഹിച്ചു. മലയാളം സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാധാകൃഷ്ണൻ ഇളയിടത്ത് പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ ശരത് മണ്ണൂർ, ലത്തീഫ് പറമ്പിൽ, KV സക്കീർ ഹുസൈൻ, KPM നവാസ്, TP മമ്മു മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ശ്രീ മംഗള സഹസ്ര ചണ്ഡി മഹായാഗത്തിന് നവംബർ 30 തുടക്കമാകും. പന്തിരാങ്കാവ് ഗണേശ സാധനാ കേന്ദ്രത്തിൽ 10 ദിവസങ്ങളിലായി നടക്കുന്ന യാഗത്തിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 130-ലധികം ആചാര്യ ശ്രേഷ്ഠന്മാർ സംബന്ധിക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗം അളകാപുരിയിൽ K വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പന്തിരാങ്കാവ് ഗണേശ സാധനാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ആദ്യമായി ശ്രീ മംഗള സഹസ്ര ചണ്ഡി മഹായാഗം സംഘടിപ്പിക്കുന്നു. നവംബർ 30 തുടങ്ങി ഡിസംബർ 10 വിവിധ പരിപാടികളോടെയാണ് യാഗം നടക്കുന്നത്. തമിഴ്നാട് അനന്തനൂരിലെ ശ്രീ വിദ്യാമഹാസൗഭാഗ്യ പരമാംബിക പീഠാധിപതി ശ്രീലശ്രീ ശ്രീമദ് പ്രണവാനന്ദ സരസ്വത്യ അവധൂത സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യാഗം നടക്കുന്നത്. ഗണേശ സാധനാ കേന്ദ്രത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീവിദ്യ ഉപാസകരാലും കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള 130-ലധികം ആചാര്യശ്രേഷ്ഠന്മാരും യാഗത്തിൽ സംബന്ധിക്കും. യാഗത്തിന്റെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. പ്രഥമ സ്വാഗത സംഘ രൂപീകരണ യോഗം കോഴിക്കോട് അളകാപുരിയിൽ K വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി എല്ലാം നമുക്ക് കരകലതമായി എന്നുള്ളതോടുകൂടി എല്ലാ സനാതന ധർമ്മങ്ങളെയും നമ്മൾ മറക്കുകയാണുണ്ടായത്, അല്ലെങ്കിൽ മറക്കാൻ നിർബന്ധിതരാകുകയാണുണ്ടായത്. പോണ്ടിച്ചേരി ശ്രീവിദ്യ മഹാസൗഭാഗ്യ പരമാംബിക പീഠത്തിലെ ശ്രീമദ് പ്രണവാനന്ദ സരസ്വത്യവധൂത സ്വാമികൾ അനുഗ്രഹ ഭാഷണം നടത്തി. തുടർന്ന് യാഗത്തെക്കുറിച്ച് വിശദീകരിച്ചു. VP വിജയകുമാർ, ഗണേശ സാധനാ കേന്ദ്രം അധ്യക്ഷൻ MM സോമൻ, OP ഉണ്ണി എരമംഗലം, P ഗോപാലൻകുട്ടി മാസ്റ്റർ, N രാജൻ ഈറോഡ്, അഡ്വക്കേറ്റ് ഗോവിന്ദ് K ഭരതൻ, MT വിശ്വനാഥൻ, PS ദേവശിഖാമണി, ദർശനാചാര്യ വേണുഗോപാൽ, ശശി കമ്മട്ടേരി, PM ജയപ്രകാശൻ എന്നിവർ സംബന്ധിച്ചു. സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി 1996 ജൂൺ 27 മുതലാണ് കോഴിക്കോട് പന്തിരാങ്കാവ് ആസ്ഥാനമായി ഗണേശ സാധനാ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാദാപുരം മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും തുറന്നടിച്ച് സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിലെ ശാന്തിയും സമാധാനവും മുഖ്യ അജണ്ട. സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം പ്രസ് ക്ലബിൽ. സ്കൂൾ അടുക്കള സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ വനിതാ പാചക തൊഴിലാളികൾ രംഗത്ത്. 150ഓളം തൊഴിലാളികൾ മന്ത്രിക്ക് ആവരാതി കത്ത് തയ്യാറാക്കി. പൂനൂർ പുഴയ്ക്ക് കൈത്താങ്ങായി ഒരു കൂട്ടം യുവാക്കൾ. പുഴയുടെ 10 മീറ്റർ വീതിയിൽ നവീകരണ പ്രവർത്തികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.